Vacuum casting. So it uses a sand mold together by vacuum pressure rather than a chemical binder. So നമ്മൾ ഇത്രയും എക്സ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മോൾഡ് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സ്പെൻഡബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഒരു സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങും ഷെൽ മോൾഡ് കാസ്റ്റിങ്ങും എല്ലാം, അതായത് ഒരു പാറ്റേൺ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത, വീണ്ടും നമ്മൾ ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ വാക്യൂം ക്രിയേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ആ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ സാൻഡിനെ ഒരു വാക്യൂം പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കെമിക്കൽ ബൈൻഡേഴ്സ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പകരം നമ്മൾ വാക്യൂം പ്രഷർ ഉപയോഗിച്ചിട്ടാണ് മോൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ മോൾഡിന് വേണ്ട സ്ട്രെങ്ത്തിനുള്ള സാൻഡിന് നമ്മൾ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ എ തിൻ ഷീറ്റ് of preheated plastic is drawn over a match plate or cope and drag metal patterned by vacuum. അതായത് വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമുക്കറിയാം എന്താണ് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്നും എന്താണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്നും നമുക്കറിയാം. ഒറ്റ സിംഗിൾ പ്ലേറ്റിൽ തന്നെ കോപ്പും ഡ്രാഗും സെയിം ആയിട്ട് വരുന്നതാണ് നമ്മൾ മാച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. കോപ്പും ഡ്രാഗും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പാറ്റേണും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലും ഫൗണ്ടറിയിൽ സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങിൽ നമുക്കറിയാവുന്നതാണ് കോപ്പും ഡ്രാഗും എന്താണെന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു മാച്ച് പ്ലേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോപ്പിൻ്റെയോ ഡ്രാഗിൻ്റെയോ മുകളിലായി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ മേളിൽ നിർത്തുകയാണ്. അതാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. നമ്മുടെ പാറ്റേൺ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇതൊരു മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആവാം, അല്ലെങ്കിൽ അത് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ ആവാം. സോ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുക്കുകയാണ്. ആ പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മുടെ പാറ്റേണിന് മുകളിലാണ്. സോ ദ പാറ്റേൺ ഹാസ് എ സ്മോൾ വെൻ ഹോൾസ് ടു ഫെസിലിറ്റേറ്റ് വാക്യൂം ഫോമിങ്. അതായത് ഈ പാറ്റേണിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്, അതുപോലെ തന്നെ പ്രീ ഹീറ്റഡ് ആണ്, അതായത് ഹീറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്യൂം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഈ നമ്മുടെ പാറ്റേണിൻ്റെ പുറത്തോട്ട് ഈ ഷീറ്റിനെ പ്ലേസ് ചെയ്യാൻ പോവുക. സോ ആ ഒരു അനിമേഷനാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പാറ്റേണിൻ്റെ അപ്പർ ഏരിയ ആണ്. സോ അതിൻ്റെ മുകളിലായി ഒരു തിൻ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിൻ ഷീറ്റിനെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മോൾഡിൻ്റെ സ്പേസ്, അതായത് ഈ പാറ്റേണിൻ്റെ ഔട്ടർ സെക്ഷൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്ലാസ്റ്റിക് കവർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ നമ്മളിവിടെ നോക്കിയാൽ ഈ ചിത്രത്തിൽ കാണാം, ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിഭാഗത്തുള്ള ഈ സ്പേസിനകത്തും എന്തുണ്ടാവും, എയർ ഉണ്ടാവും. സോ നമ്മളിതിനെ പ്രഷറൈസ് ചെയ്ത് ഇതിൻ്റെ അപ്പർ പോർഷനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് ഉള്ളിലുണ്ടാവുന്ന എയർ ട്രാപ്പായിട്ടിരിപ്പുണ്ടാവും. ആ എയറിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ പാറ്റേണിൻ്റെ ഇടയിലൂടെ തന്നെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വെൻറ്റ് ഹോൾസ് ടു ഡ്രോ പ്ലാസ്റ്റിക്. കുറച്ചുകൂടെ ക്ലിയർ ആക്കി തരാം. അതായത് ഇതൊരു ഫ്ലാസ്ക് മോഡലാണ്. ഇവിടെ അതിനൊരു കവറിങ് ഉണ്ടാവും. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ഷീറ്റിനെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു വാക്യൂം പ്രഷർ ഉപയോഗിച്ചിട്ടാണ്, ഇവിടെ നമ്മൾ പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. സോ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടാവുന്ന എയർ ഇതിനെ നമുക്ക് എസ്കേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ പുറത്തള്ളാനായിട്ടാണ് നമുക്കിവിടെ ഇങ്ങനൊരു സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മാച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ കോപ്പ് ആൻഡ് ഡ്രാഗിൻ്റെ പുറത്തേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുക്കുന്നു. ആ പ്ലാസ്റ്റിക് ഷീറ്റിനെ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. സോ മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന പ്രഷറിലാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഈ നമ്മുടെ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേണിൻ്റെ മുകളിലോട്ട് ഇത് പ്ലേസ് ആവുന്നത്. സോ അങ്ങനെ പ്ലേസ് ആകുമ്പം ഇൻ ബിറ്റ്വീൻ പാറ്റേണിനും ഷീറ്റിനും ഇടയിലുണ്ടാവുന്ന ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയറിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എയർ വെൻസ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ഷീറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ആ മുകളിൽ നിന്നുള്ള ഈ ഗ്യാപ്പിൽ നിന്ന് വന്ന എയർ പ്രഷർ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഈ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഈ പാറ്റേണിൻ്റെ ഔട്ടർ റീജിയൻ ഫുള്ള് കവർ ചെയ്തു. അപ്പം ഈ ഷീറ്റിനും ഈ പാറ്റേണിനും ഇടയിലുണ്ടായിരുന്ന ഗ്യാപ്പ്, ഇനിഷ്യലി ഈ ഒരു ഗ്യാപ്പ് അവിടെ എയർ ട്രാപ്പ് ആവും. ആ എയറിനെ ട്രാപ്പ് ചെയ്ത എയറിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ വെൻസും ഇവിടെ കൊടുക്കും. സോ സെയിം ഇത് തന്നെയാണ്, ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബ്ലോ എയർ പ്ലേറ്റ് ഉണ്ട്.
ഇതിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കൊടുക്കുന്ന പ്രഷറിലാണ് ഈ മോൾഡിൻ്റെ ഔട്ടർ സെക്ഷൻ ഫുള്ളായിട്ട് ഈ ഒരു ഷീറ്റ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻസൈഡ് ഏരിയ, ഈ മോൾഡിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു ഏരിയയും ഈ ഷീറ്റും തമ്മിലുണ്ടാവുന്ന ഗ്യാപ്പിൽ എയർ ഉണ്ടാവും. ആ എയറിനെ പുറന്തള്ളാനായിട്ടാണ് നമ്മൾ ആ പാറ്റേണിൽ തന്നെ നമ്മളൊരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും, അവിടെ ട്രാപ്പായി നിൽക്കുന്ന എയർ പുറത്തേക്ക് പോകും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എ സ്പെഷ്യലി ഡിസൈൻഡ് ഫ്ലാസ്ക് ഈസ് പ്ലേസ്ഡ് ഓവർ ദി പാറ്റേൺ പ്ലേറ്റ് ആൻഡ് ഫിൽഡ് വിത്ത് സാൻഡ് ആൻഡ് എ സ്പ്രൂ ആൻഡ് പോറിംഗ് കപ്പ് ആർ ഫോംഡ് ഇൻ ദി സാൻഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേണിൻ്റെ മുകളിൽ എന്തുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഷീറ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, അതായത് ഈ പാറ്റേണിനും ആ ഷീറ്റിനും ഇടയിലുണ്ടായിരുന്ന എയറിനെ കളയാൻ വേണ്ടി, ഈ ഒരു രണ്ടാമത്തെ അനിമേഷനിൽ കാണിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ഒരു വൈറ്റ് കളറിലൊരു ലൈൻസ് കാണാം. അതെന്ന് പറയുന്നത് എന്താണ്, ഈ ഷീറ്റ് പാറ്റേണുമായിട്ട് ചേരുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന എയറിനെ പുറന്തള്ളാനുള്ളതാണ്. സോ അങ്ങനെ അതിനുശേഷം നമ്മൾ ഷീറ്റ് വെച്ചു. ഇനി അതിന് മുകളിലായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ഫ്ലാസ്ക് വെക്കുന്നു. ആ ഫ്ലാസ്കിലേക്ക് നമ്മൾ സാൻഡിനെ നിറയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോറിംഗ് ക്യാപ്പും സ്ക്രൂവും പ്ലേസ് ചെയ്യുന്നു, കാരണം നമുക്ക് കാസ്റ്റ് ചെയ്യണമല്ലോ. സോ ഇത്രയും ആണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഷീറ്റ് പ്ലേസ് ചെയ്തിരുന്ന നമ്മുടെ പാറ്റേണിൻ്റെ മുകളിലോട്ട് ഒരു ഫ്ലാസ്ക് പ്ലേസ് ചെയ്തു, അതിൽ സാൻഡ് നിറച്ചു, അതിനുള്ള പോറിംഗ് കപ്പും സ്ക്രൂവും ഒക്കെ പ്ലേസ് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അനദർ തിൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഈസ് പ്ലേസ് ഓവർ ദി ഫ്ലാസ്ക്. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാറ്റേണിൻ്റെ മുകളിൽ സാൻഡും എല്ലാം ആയിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ഈ സാൻഡ് നിറച്ചതിൻ്റെ മുകളിലായി, അതായത് സെക്കൻഡ് പ്ലാസ്റ്റിക് ഷീറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആ സെക്കൻഡ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, സെക്കൻഡ് പ്ലാസ്റ്റിക് ഷീറ്റ്. സോ ആൻഡ് വാക്യൂം ഈസ് ഡ്രോൺ ദാറ്റ് കേഴ്സസ് ദ സാൻഡ് ഗ്രെയിൻസ് ടു ബി ഹെൽഡ് ടുഗദർ ഫോമിങ് എ റിജിഡ് മോൾഡ്. അപ്പോൾ നമ്മൾ ഇവിടെ പാറ്റേണിൻ്റെ മുകളിൽ എങ്ങനെയാണോ നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റിനെ പ്ലേസ് ചെയ്തത്, അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രീ ഹീറ്റഡ് ആണ്. സോ അതിനെ നമ്മൾ വാക്യൂം കൊടുത്തു കഴിയുമ്പം എന്ത് സംഭവിക്കും, ഈ ഷീറ്റ് എന്ത് ചെയ്യും, ഈ സാൻഡിനോട് ചേർന്ന് കുറച്ചും കൂടെ ഈ സാൻഡിനെ കംപ്രസ് ചെയ്ത് ആ സാൻഡ് ഗ്രെയിൻസ് കുറച്ചും കൂടെ ഒരു ബോണ്ടിങ് അതിന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത്, ഒരു റിസൈൻ ബൈൻഡർ ഒന്നും യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ബൈൻഡർ യൂസ് ചെയ്യാതെ വാക്യൂം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോൾഡ് സാൻഡിൻ്റെ, ഈ മോൾഡിൻ്റെ സാൻഡിൻ്റെ ഒരു ബോണ്ടിങ് നമ്മൾ സ്ട്രെങ്ത് കൂട്ടുന്നത് ഈ രീതിയിലാണ്. സോ അങ്ങനെ നമുക്കപ്പോൾ ഇവിടെ മനസ്സിലാവും, ഈ സാൻഡും ഈ ഷീറ്റും തമ്മിലിടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും, എയർ ഉണ്ടാവും. ആ എയറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ വെൻസ് ഉണ്ടാവും, അതായത് ഇവിടെ കൂടെയാണ് ആ വാക്യൂം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഇവിടെയും വെൻസ് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ഇപ്പോൾ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടത് കവറായി. അപ്പം ഇനി ഇവിടെ ട്രാപ്പ് ആവുന്ന എയറിനെ പുറന്തള്ളാനായിട്ട് ഈ ഫ്ലാസ്കിൽ തന്നെ ഡിസൈൻഡ് ആയിട്ടുള്ള ഇതുണ്ട്. സോ ഫോമിങ് എ റിജിഡ് മോൾഡ്, നല്ലൊരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു മോൾഡ് നമുക്കിപ്പം കിട്ടി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദ വാക്യൂം ഓൺ ദി മോൾഡ് പാറ്റേൺ ഈസ് റിലീസ്ഡ് ടു പെർമിറ്റ് പാറ്റേൺ ടു ബി സ്ട്രിപ്ഡ് ഫ്രം ദി മോൾഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്ലാസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാറ്റേണിൻ്റെ മുകളിൽ നിന്ന് മാറ്റുവാണ്. സോ നമുക്കപ്പം ഒരു സെക്ഷൻ ഗ്യാപ്പായിട്ടുള്ള ഒരു വാക്യൂം ആയിട്ടുള്ള ഒരു ക്യാവിറ്റി നമുക്ക് ക്രിയേറ്റ് ആയി. സോ ഈ ലെയറിൻ്റെ താഴത്തെ ഈ പോർഷനിൽ ആരുണ്ട്, നമ്മുടെ ആദ്യത്തെ പ്ലാസ്റ്റിക് ഫിലിം ഉണ്ട്. അതിനുശേഷം രണ്ടാമത് നമ്മൾ ഈ സാൻഡിൻ്റെ ബോണ്ടിങ് കൂട്ടാൻ വേണ്ടി കൊടുത്ത സെക്കൻഡ് പ്ലാസ്റ്റിക് ഫിലിം ഇവിടെയുണ്ട്. സോ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു സെറ്റപ്പ് മുഴുവൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പാറ്റേണിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തു. സോ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പ്രാവശ്യം ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടത് ഒന്നില്ലെങ്കിൽ കോപ്പോ അല്ലെങ്കിൽ ഡ്രാഗിൻ്റെ ആയിരിക്കും ഒരു പോർഷൻ കണ്ടത്. അങ്ങനെ രണ്ട് പോർഷൻസ് നമ്മൾ ഉണ്ടാക്കണമല്ലോ. കോപ്പും ഡ്രാഗും ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാൻഡ് മോൾഡ് കാസ്റ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത വാക്യൂം നമ്മുടെ കോപ്പും ഡ്രാഗും പ്ലേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഫിനിഷ് ചെയ്തു. സോ ദ മോൾഡ് ഈസ് അസംബിൾഡ് വിത്ത് ഇറ്റ്സ് മാച്ചിങ് ഹാവ് ടു ഫോം ദി കോപ്പ് ആൻഡ് ഡ്രാഗ് ആൻഡ് വിത്ത് വാക്യൂം മെയിൻറ്റെയിൻഡ് ഓൺ ബോത്ത് ഹാവ്സ് പോറിംഗ് ഈസ് അക്കംപ്ലിഷ്ഡ്. നമ്മൾ ആ ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തു, രണ്ട് ഫ്ലാസ്ക് നമ്മുടെ കോപ്പും ഡ്രാഗും ഫിനിഷ് ചെയ്തതിന് ശേഷം അതിനെ ഒരുമിച്ച് കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് മോൾട്ടൻ മെറ്റലിനെ ഒഴിക്കുന്നു. സോ ദ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ക്വിക്ക്ലി ബേൺസ് എവേ ഓൺ കണ്ടെയ്നിങ് ദ മോൾട്ടൻ മെറ്റൽ. ഈ മോൾട്ടൻ മെറ്റൽ ഇതിലോട്ട് എൻ്റർ ആക്കി കഴിയുമ്പോൾ, അതായത് നമ്മുടെ സ്ക്രൂ വഴി ഈ ഗേറ്റിംഗ് സിസ്റ്റം വഴി നമ്മുടെ ഈ ക്യാവിറ്റിക്കകത്തോട്ട് മോൾട്ടൻ മെറ്റൽ എൻ്റർ ആകുമ്പോഴേക്കും അതിൻ്റെ ഔട്ടർ കവറിലെങ്കിലും ഉണ്ടായിരുന്നു, അതായത് നമുക്കിത് അറിയാമല്ലോ, നേരത്തെ ഇതിൽ കണ്ടിരുന്നതാണ്. ഇപ്പോൾ കോപ്പൺ ഡ്രാഗ് നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആരുണ്ടായിരുന്നത്, ഇവിടെ
ഒരു പ്ലാസ്റ്റിക് ഫിലിം ഉണ്ടായിരുന്നു. സോ അതെന്ത് ചെയ്യും, അത് ബേൺ ആയി പൊക്കോളും. സോ ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ നിയർലി ഓൾ ഓഫ് ദി സാൻഡ് ക്യാൻ ബി റിക്കവേർഡ് ഫോർ യൂസ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സോളിഡിഫിക്കേഷൻ കഴിയുമ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തെടുക്കാൻ നമ്മുടെ ഫൈനൽ കാസ്റ്റിംഗ് ഫിനിഷ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സാൻഡിനെ എന്ത് ചെയ്യാം, നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വാക്യൂം കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈച്ച് ഇൻഡിവിജ്വൽ പീസ് ഈസ് റിലേറ്റീവ്ലി ഫാസ്റ്റ് ടു പ്രൊഡ്യൂസ്, ലോ മാനുഫാക്ചറിങ് കോസ്റ്റ്, ലോ മോൾഡിംഗ് കോസ്റ്റ്, versatile and customizable mold shapes and size, easily scale production up or down and make new components as needed, and excess plastic can be recycled into more sheet for future production needs, supports rapid prototyping process. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. only one part or product can be made at a time. There may be additional cost or resources needed to finish component. Thick plastic sheet can wrap during vacuuming. Designs have to be relatively simple as there is a limit to how much detail you can achieve from a mold. If the mold is not properly made, the final product or component will also be flawed. Excess moisture can cause unwanted bubble to form. Clear or light colored parts can show debris from the mold. So ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ വാക്യൂം കാസ്റ്റിംഗ് ഉള്ളത്.